ഹലോ എവ്രി വൺ. സോ എന്താണെന്നറിയില്ല, ഒരു ലവ് റീഡിങ് ചെയ്യാനുള്ള ഒരു ഇൻറ്റ്യൂഷൻ വന്നു. അപ്പോൾ ഇത് പിക്കപ്പ് പൈൽ റീഡിംഗ് ആയിരിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന 3 പൈൽസിൽ നിങ്ങൾക്ക് ഏറ്റവും റെസനേറ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി റെസനേറ്റ് ആവില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർ സ്റ്റാർ സൈൻ കൊടുക്കാം, നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇനി റെസനേറ്റ് ആവുന്ന പൈൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അടുത്ത പൈൽ കാണാം. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്കുള്ള മെസ്സേജസ് മാത്രം എടുക്കുക, ക്ലെയിം ചെയ്യുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, സോ എല്ലാവർക്കും പൈൽ ചൂസ് ചെയ്യാനുള്ള ടൈം ഞാൻ തരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈൽ വെച്ചിട്ട് കാണാം. ഹലോ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ ബ്യൂട്ടിഫുൾ ക്രിസ്റ്റലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് ഉള്ള ഗൈഡൻസ് ഓർ നമുക്ക് എങ്ങനെയാണ് വരണേ നോക്കാം. ലെറ്റ് ഇറ്റ് ലീവ് ടു ദ ഗൈഡൻസ്. എങ്ങനെയാണ് വരണേ നമുക്ക് നോക്കാം. ജസ്റ്റ് കാർഡ്സായിട്ട് റെസനേറ്റ് ചെയ്യുക, പേഴ്സണിനെ കുറിച്ച് ആലോചിക്കുക, നമുക്ക് അവരിൽ നിന്ന് മെസ്സേജസ് കൊടുക്കാം കേട്ടോ. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഗൈഡൻസ് ഓൾവേസ്. പൈൽ നമ്പർ 1, തല്ലൂടിയിരിക്കുകയാണ്. ക്ലിയറാണ്. ആരോ ഈ സിറ്റുവേഷൻസിൽ ഫൈറ്റ് ചെയ്ത് വയ്യാണ്ടായി എന്ന് പറഞ്ഞ പോലെ നടന്നു പോവുകയാണ്. ആൻഡ് ആ നടന്നു പോയതിൽ നിങ്ങളുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, എല്ലാം കഴിഞ്ഞു പോയി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ക്ലിയർലി ഒരു ഫൈറ്റാണ്, ഒരു കോൺഫ്ലിക്റ്റ് കാരണം, ഒരു റീസെൻറ്റ് കോൺഫ്ലിക്റ്റ് കാരണം വയ്യാണ്ടായിട്ട് നടന്നു പോയതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈം ഈ ഒരു പേഴ്സൺ എടുത്തു ആൻഡ് ആളെന്തോ ഒരു ഈഗോയിസ്റ്റിക് ബിഹേവിയർ. നമുക്ക് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും ഒരു സ്മോൾ ഈഗോ, വെച്ച് കഴിഞ്ഞാൽ അവർ വരണം, അവരിതാവണം എന്നുള്ള ചെറിയ ഈഗോ നമ്മുടെ എല്ലാവരുടെയും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് അയ്യോ അഹങ്കാരം എന്ന് വെച്ചാൽ ഭയങ്കര വേറെ ഇതല്ല. എല്ലാവരുടെയും ഒരു ഈഗോ ഉണ്ട്, ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഡിവൈനായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് എന്തോ തന്നിട്ടുണ്ട്, എന്തോ നിങ്ങളുടെ ലൈഫിൽ ഡിവൈനായിട്ടൊരു ഓപ്പണിങ് ഓർ ഒരു സ്ട്രെങ്ത് എന്തോ നിങ്ങളിലേക്ക് തരുകയാണ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ പേഴ്സൺ എപ്പോഴും പോയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ സ്റ്റിൽ അവിടെ 2 കപ്സ് സ്റ്റാൻഡിങ് ആണ്, വിച്ച് മീൻസ് അവിടെ നിങ്ങൾ വിചാരിച്ചൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെയും ലൈഫിൽ പിന്നെയും അവിടെ സ്റ്റെബിലിറ്റി ഒരു സംഭവം അവിടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് ദ റീഡിങ്. എന്താണ് മോർ ക്ലാരിറ്റി അബൌട്ട് ദ സിറ്റുവേഷൻ? ചാരിറ്റ്, Two of Pentacles, Ace of Pentacles, ഓക്കെ, ഇത് വളരെയധികം ക്ലിയർ ആണ്. ഈ മെസ്സേജസ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഡിവൈൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങളുടെ ഏതൊരു ലൈഫിൽ ഏതൊരു കരിയർ ഓർ സംതിങ് ഒരു ഡിഫറെൻറ്റ് ഒരു സിറ്റുവേഷൻ എന്തോ നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമുണ്ട്. റെസനേറ്റ് ആവുന്ന പോലെ എടുക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫാസ്റ്റ് മൊമെൻറ്റം വേണം, ഒരു കാര്യത്തിലൊരു ഫാസ്റ്റ് മൊമെൻറ്റം വേണം. പക്ഷേ കറൻ്റ്ലി നിങ്ങൾ 2 സംഭവങ്ങളായിട്ട് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണോ, ഈ റിലേഷൻഷിപ്പ് വേണോ, കരിയർ വേണോ. ഇപ്പോൾ കരിയർ ഓർ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവങ്ങളായിരിക്കാം. എന്തോ നിങ്ങൾ കാര്യങ്ങളായിട്ട് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മേബർ ഈ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം കരിയർ ഓർ ലവ് ആയിട്ട് ആൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കും.
അതിന് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുകയാണ്, ഒരു ന്യൂ ബിഗിനിങ്സ് തരുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കരിയറിലായാലും ലവിലായാലും എല്ലാത്തിലും ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ഈ ലവ് ലൈഫിൽ തരുന്നുണ്ട്. ആൻഡ് ഈ സിറ്റുവേഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു ഈ എനർജിയിലാണ്, ഓവർ തിങ്കിങ് എനർജിയിലാണ്. രാത്രി ഉറക്കമില്ലായ്മ, കംപ്ലീറ്റ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, തീരെ പീസ്ഫുൾ അല്ലാത്ത ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എനർജി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീപ്പ് ടയേർഡ് ആവുന്നതിന് മുന്നേ ഉള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഇനി ഒരു സിറ്റുവേഷൻ കൂടെ വന്നാൽ കഴിഞ്ഞു, ഇതെൻഡായി എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷൻ എത്തിക്കാണ്ടിരിക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണത്. ദ യെല്ലോ, റെഡ്, ഓറഞ്ച്. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ സെൽഫ് വർത്തിന് വർക്ക് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളുടെ കോൺഫിഡൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഡിവൈൻ ഫെമിനിറ്റിനെ നർച്ചർ ചെയ്യാൻ തുടങ്ങണം. ഡിവൈൻ ഫെമിനിറ്റി എല്ലാവരിലും ഉണ്ട്. സ്വയം വർത്ത്, സ്വയം കോൺഫിഡൻസ്, സ്വയം ഒരു വാല്യൂ കൊടുക്കാൻ നിങ്ങൾ നർച്ചർ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ആർക്കും നിങ്ങളുടെ സംഭവം കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ സെൽഫ് വർത്ത് എല്ലാ സംഭവങ്ങളും വേറൊരാളിലേക്കായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പവർ ഒരാളുടെയിലേക്ക് കൊടുത്തപ്പോൾ ആൾ നടന്നു പോയി കഴിഞ്ഞപ്പോൾ യു ആർ ഫീലിംഗ് എന്തൊക്കെയോ നിങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോലെ നിങ്ങൾ ഫീൽ ചെയ്തു. പക്ഷെ നഷ്ടപ്പെട്ടു പോയതൊക്കെ ടെമ്പററി ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് വർത്ത്, നിങ്ങളുടെ വാല്യൂ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. മെസ്സേജസ് കണക്റ്റ് ആവുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുള്ള സംഭവങ്ങൾ ജസ്റ്റ് ടെമ്പററി സാധനങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ അത് ഗ്രോത്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ലെസൺ, ഇപ്പോൾ ഉള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നർച്ചർ യുവർ സെൽഫ്. ഇറ്റ്സ് അബൌട്ട് നർച്ചറിങ് യുവർ സെൽഫ്. സ്വയം വാല്യൂനെ കാണാൻ നോക്കുക. നിങ്ങൾ റിയലൈസ് ചെയ്യാത്ത നിങ്ങളുടെ സ്വയം കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ആരും നിങ്ങളോട് ഐ എം പ്രൗഡ് ഓഫ് യു, യു ആർ വർത്തി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ അവരുടെ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളോട് തന്നെ പറയാൻ ശ്രമിക്കുക. ഇതൊരു ലവ് റീഡിംഗ് ആയിട്ട് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഒരു സെൽഫ് ലവ് റീഡിംഗ് ആയിട്ട് വന്നതെന്ന് കണ്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് ടാരോ. ഞാൻ ഒരു ഇൻറ്റ്യൂഷനിൽ വിട്ടേക്ക്, ഞാൻ ഞാൻ ഓൾറെഡി പറയുന്നില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഒരു സെൽഫ് ലവ് ഇസ് ഓൾ അബൌട്ട് സെൽഫ് ലവ് ഓൾസോ, സെൽഫ് ലവ് ടു. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഒരാൾ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്വയം ഒരു വാല്യൂ, ഒരു സംഭവം വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാണ്ടിരിക്കുക കൂടുതൽ. അത് കൊടുത്തു അത് വേർത്താണ് എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് വൺസ് എ സിറ്റുവേഷൻ ഡിവൈൻ യൂണിവേഴ്സ് നിങ്ങളുടെ സിറ്റുവേഷനിൽ തരുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൺ കാർഡ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ കാർഡാണ്. സക്സസ്, ജോയ്, ലവ്. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചുള്ള പുതിയ ബിഗിനിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ എനർജിയിലായിരിക്കണം, എംപ്രസ് എനർജി. വർക്ക് ഓൺ യുവർ കോൺഫിഡൻസ്, വർക്ക് ഓൺ യുവർ സെൽഫ് വർത്ത്. നിങ്ങളുടെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം പറയാം ഐ ലവ് യു, സ്വയം പറയാം ഐ എം പ്രൗഡ് ഓഫ് യു, സ്വയം പറയാം. കണ്ണാടി നോക്കിയിട്ട് സ്വയം പറയാം പ്രൗഡ് ഓഫ് യു. ഇത്ര നാൾ നിങ്ങൾ സ്ട്രോങ് ആയി നിന്നതിന് ഐ പ്രൗഡ് ഓഫ് യു. നിങ്ങളുടെ വില ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടിട്ടുണ്ട് നിങ്ങളോട് തന്നെ പറയാൻ നോക്കുക. ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ടഫായിട്ട് തോന്നും, ബട്ട് വൺസ് നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് വേർഷൻ. യു വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് വേർഷൻ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി ഉണ്ടാകുമ്പോൾ, ഒരു സ്റ്റേബിൾ ഹാപ്പി ഫാമിലി ലൈഫ്, ഒരു സ്റ്റെബിലിറ്റി, ഹാപ്പി ഫാമിലി. എല്ലാം പോസിറ്റീവ് കാർഡ്സ്. എനിക്ക് ഇനി എവിടെ നിന്ന് എന്തിനാണ് റീഡിങ് ചെയ്യണത്? It's just about knowing your self-worth. It's about loving yourself. ഈ കാർഡ് ഇറ്റ്സ് more about loving yourself. ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതിനേക്കാളും നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണോ, സ്പെസിഫിക് പേഴ്സണോ, അതിന് ബെറ്റർ ആയിട്ടുള്ള പേഴ്സണോ ആര് വേണമെങ്കിലും വരും. പക്ഷേ ഈ കാർഡ് അവർ തിരിച്ചു വരുമോ എന്നല്ല, നിങ്ങൾ നിങ്ങളുടെയിലേക്ക് തിരിച്ചു വരാം. ഞാൻ മിക്ക വീഡിയോസിലും പറയും, എൻ്റെ കാർഡ്സോ തന്നെയാണ് പറയുന്നത്. ഈ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരിക, സ്വന്തമായിട്ട് നർച്ചർ ചെയ്യുക. ദ ബ്യൂട്ടിഫുൾ സൺ കാർഡ്. നിങ്ങളിപ്പോൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി നിങ്ങളുടെ ലവും നിങ്ങളുടെ സെൽഫ് ലവും, നിങ്ങളുടെ ലവ് ലൈഫ് തമ്മിലായിരിക്കും ഇപ്പോൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. മിക്കതും നിങ്ങളുടെ ഒരു സെൽഫ് വർത്തും നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ലവും ആളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലവായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവുക മിക്കപ്പോഴും. ആൻഡ് ഇറ്റ്സ് ആസ്കിങ് യു ടു അതിൽ നിന്ന് നിങ്ങളുടെ ലവ് ചെറിഷ് ചെയ്യുക. നിങ്ങൾ എന്തിനാണ് ഇത്ര നാൾ
പ്രയോറിറ്റി അല്ലാണ്ട് വെച്ചിരിക്കുന്നത് അതിപ്പോൾ പ്രയോറിറ്റി ആക്കി അതിനെ ചെറിഷ് ചെയ്യുക. ദാറ്റ് ഇറ്റ്സ് അബൌട്ട് ചെറിഷിങ് യുവർ സെൽഫ്. ദിസ് കാർഡ് ഇറ്റ്സ് അബൌട്ട് സെൽഫ് ലവ്, നേർച്ചറിങ് യുവർ സെൽഫ്. നേർച്ചറിങ്, നിങ്ങൾ ഓൾറെഡി വളരെ ഒരു കൈൻഡ്, കൂടുതൽ കെയറിങ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ്. ദ എംപ്രസ്, ദ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ആ ഒരു ബ്യൂട്ടിഫുൾ എനർജിയുള്ള ആൾക്കാരാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഡിസേർവ് ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ അവിടെ നഷ്ടപ്പെട്ടു പോയി, സ്നേഹിക്കുന്ന ആൾ വരില്ല, അല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫ് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അതിനനുസരിച്ചുള്ള നിങ്ങൾ ആഗ്രഹിച്ചൊരു ലവ് ഡിസേർവ് ചെയ്യുന്ന, അതിനേക്കാൾ കൂടുതൽ തരുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. ഏതൊരു ഈ പേഴ്സൺ ചേഞ്ച് ആവാം, പക്ഷെ നമ്മളെപ്പോഴും ആ പോസിബിലിറ്റിയിൽ നിൽക്കാണ്ട് നിങ്ങളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ലെറ്റ് ഇറ്റ് ഗോ ടു യൂണിവേഴ്സ്, ലെറ്റ് ഇറ്റ് ഗോ. എന്തായാലും ലെറ്റ് ഇറ്റ് ഗോ ടു യൂണിവേഴ്സ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ പോസിറ്റീവ്. ഓക്കെ, മേ ബി എനിക്ക് ഇവിടെ എടുക്കാൻ തോന്നുന്നത് ഇപ്പോഴത്തെ എനർജിയില്ല. നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇത് വെരി ഡിഫറെൻറ്റ് റീഡിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മെസ്സേജസ് ഇങ്ങനെ എടുക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ടു കേസസ് നമുക്ക് ഇവിടെ എടുക്കാം. നിങ്ങൾ ഇങ്ങനത്തെ എനർജിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ആദ്യം അത് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1, ഇഫ് അവരുടെ സെൽഫ് ലവ് രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറിനുള്ള മെസ്സേജസ്, ഒരു 3 മെസ്സേജസ് എന്തായിരിക്കും പാർട്ട്ണറിനുള്ള മെസ്സേജസ്? ഓക്കെ, ഈ 2 കാർഡ്സും കൂടെ എടുക്കാം. ഒരു ടാരോ കാർഡും കൂടെ എടുക്കാം. എങ്ങാനും നിങ്ങൾ ഈ എനർജിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക? ഇല്ല, ഈ എനർജിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആൻഡ് ഈ എനർജി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് എനർജിയാണ്, നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു കാർഡ് എടുക്കുക. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് ദേ റീച്ച് ദിസ് എനർജി? വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദെയർ ലവ് ലൈഫ്? എനിക്ക് ഇൻറ്റ്യൂട്ടീവിലാണ് ഓരോ കാർഡ്സ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈവൻ ഇഫ് അവരെ എനർജി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ എന്തായിരിക്കും മെസ്സേജസ് ഫ്രം ദെയർ പാർട്ട്ണർ? സോ പൈൽ നമ്പർ 1, ഇഫ് നിങ്ങൾ ഈ എനർജി റീഡ് ചെയ്തിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിനത് കള്ളം പറയണം? കാച്ച് പറയുന്നുണ്ട്. സി ഇത് ലവ് ഒറക്കിളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ എനർജി എത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിനുള്ള മെസ്സേജസ്? അവരും ഇതേപോലത്തെ നിങ്ങളുടെ അവർക്കൊന്നും നിങ്ങളായിട്ട് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിൽ സ്റ്റക്കായി കിടക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ വേർത്തി അല്ലാണ്ടാണോ, എന്നെ ഇതല്ലാണ്ടാണോ. നിങ്ങൾ തന്നെ സ്വയം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ സ്വയം ടൈ ചെയ്ത് കിടക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതാരും ടൈ ചെയ്ത് വെച്ചേക്കുന്നതല്ല. യു ഹാവ് ടൈഡ് യുവർ സെൽഫ് ടു ദിസ് സിറ്റുവേഷൻസ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റും. സോ നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഈ എനർജി എത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളത് എത്താൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾ ഈ ടൈ ചെയ്ത് ഇതേ പാറ്റേൺസ് തന്നെ വീണ്ടും ഇതാക്കും. ആൾക്ക് നിങ്ങളായിട്ടൊന്നും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. മേ ബി ആൾ തിരിച്ചു വരായിരിക്കും, മേ ബി ആൾ മിണ്ടാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഈ പാറ്റേൺ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ബിക്കോസ് യു ആർ സ്റ്റിൽ ഇൻ ദിസ് എനർജി. ആൻഡ് അവർ വിചാരിക്കും, യെസ്, നിങ്ങളുടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു കൈൻഡ് നേർച്ചറിങ് നേച്ചർ ഉണ്ട്, നിങ്ങൾ ലോയൽ നേച്ചറാണ്, അവർ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കൂടുതൽ ബെറ്റർ ഡിസേർവ് ചെയ്യണമെന്ന് അവർ വിചാരിച്ചിരിക്കുമായിരിക്കും. ബട്ട് ഓൾസോ യു ഡിസേർവ് ബെറ്റർ, ബട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ആൻഡ് അവർ വിചാരിക്കുന്നുണ്ടാവും, അവരും ഇതേപോലത്തെ തിങ്കിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇഫ് ആൾക്കും കുറേ ഡിഫറെൻ്റ്ലി ഹാൻഡിൽ ചെയ്യായിരുന്നു എന്നൊക്കെ ചിന്തിച്ച സിറ്റുവേഷൻസ് ചിന്തിക്കുന്നുണ്ടാവും. ആളെ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല. ആൻഡ് ദേ സ്റ്റിൽ തിങ്ക് യു ഡിസേർവ്, നിങ്ങൾ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ബട്ട് അവരും ഇതേപോലെ ഒന്നും പ്രോമിസ് ചെയ്യാൻ പറ്റാത്തൊരു തിങ്കിങ് സ്റ്റേജിലിരിക്കും, ബിക്കോസ് നിങ്ങളും അങ്ങനത്തെ ഒരു തിങ്കിങ് സ്റ്റേജിലാണ് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ഇതേ പാറ്റേൺസ് ഫോളോ ചെയ്യും. ഇതേ നെഗറ്റീവ് പാറ്റേൺസ് സംഭവിച്ചുകൊണ്ടിരിക്കും ടിൽ ആ ഒരു ലെസൺ പഠിക്കുന്ന, ആ ഒരു എക്സാം എഴുതിയെടുക്കുന്നവരെ എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വയം വാല്യൂ മനസ്സിലാക്കുന്നവരെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എല്ലാം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും മതി എന്നുള്ളൊരു സ്റ്റേജ് എത്തും.
ഇനി എനിക്ക് എന്നെയാണ് വലുത് എന്നുള്ളൊരു സ്റ്റേജ് എത്തണ വരെ എത്തിക്കാൻ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യും ഇല്ലേ. എല്ലാം കഴിഞ്ഞ് ഏറ്റവും ടഫ് സിറ്റുവേഷൻ എത്തണ വരെ നമ്മൾ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിനാണ് ഈ ടാരോ കാർഡ്സ്, ഇങ്ങനത്തെ ഗൈഡൻസസ്, കറണ്ട് എനർജീസൊക്കെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ എത്താണ്ടിരിക്കാൻ നിങ്ങളെ മുന്നേ ഹെൽപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതർ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാനിനി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, സി ഇൻ ആൻഡ് ഔട്ട്, ഫോക്കസ്, നോൺ ഫോക്കസ് എനർജി. എൻ്റെ ക്യാമറ എന്തോ പ്രശ്നമുണ്ട്. അത് ഞാൻ എല്ലാവരും സൈനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ഇൻ ഔട്ട്, അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറും ഇൻ ഔട്ട് എനർജി എടുക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ഈ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സോ നിങ്ങൾ ഈ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഫീൽ ചെയ്യാൻ പോകുന്നതാണ്, സി വിൽ യു ലീവ് മീ ലൈക്ക് ദി അതേഴ്സ്. ബാക്കിയുള്ളവരെ പോലെ നിങ്ങളും വിട്ടു പോകുമോ അവരെ? ബിക്കോസ് നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആയി കഴിഞ്ഞു ആൻഡ് അവർക്കൊരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റാണ്ട് പെട്ടെന്നൊരു സ്റ്റേജ് ആയിരിക്കും. ഇറ്റ് ബിക്കംസ് ഇൻ എ സ്റ്റേജ് വെയർ they can't let go of you. They'll start realizing your worth, they'll start realizing your value. അവർക്ക് പേടിയാവും. എനിക്ക് കുറേ കാർഡ്സ് കിട്ടി. ഫിസിക്കൽ ഡിസയേഴ്സ്, ഇമോഷണൽ ഡിസയേഴ്സ്, അവരെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ഔട്ട്കമാണ് വരാൻ പോകുന്നത്? ടെമ്പറൻസ്, ഹാവ് ഫെയ്ത്ത്, ബിക്കോസ് ദിസ് ടൈം യൂണിവേഴ്സ് നിങ്ങളുടെ കപ്പ് ഫുൾഫിൽ ചെയ്യാണ് പോകുന്നത്. യു ആർ ഫില്ലിങ് യുവർ കപ്പ് ആൻഡ് യൂണിവേഴ്സും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ഡിസയേഴ്സും തിരിച്ച് നിങ്ങളിലേക്ക് പോർ ചെയ്യുന്നു. ബിക്കോസ് നിങ്ങൾ ഇത്ര നാളും മറ്റാൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ആൻഡ് യൂണിവേഴ്സ് അത് തിരിച്ച് നിങ്ങളിലേക്ക് തരികയാണ്. എനിക്കിത് വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ്, യൂണിവേഴ്സിനോടുള്ളൊരു ഫെയ്ത്ത്. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഈവൻ യൂണിവേഴ്സ് ഹെൽപ്പ് ദോസ് ഹൂ ഹെൽപ്പ് ദെംസെൽസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോൾ തയ്യാറാവുന്നോ അപ്പോൾ നമ്മുടെ ദൈവങ്ങൾ, നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചു, നമ്മളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ നിമിഷം തൊട്ട് എപ്പോൾ നമ്മുടെ കപ്പ് എംപ്റ്റി ആയിരുന്നോ ആ കപ്പ് റീഫിൽ ചെയ്യാൻ ഇപ്രാവശ്യം യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. ആൻഡ് നിങ്ങൾക്കൊരു ബിഗ് ബ്യൂട്ടിഫുൾ ഷിഫ്റ്റ് നിങ്ങളുടെ ഈ സിറ്റുവേഷൻസ് എന്താണോ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷണൽ ക്ലാരിറ്റീസ് അവിടെ ഹിഡൻ ആയിരുന്നോ, എന്തൊക്കെ ട്രൂത്ത് അവിടെ ഹിഡൻ ആയിരുന്നോ അതൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതാണ് മൂൺ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ഇമോഷണൽ ഫോഗിനെസ് ഉണ്ടായിരുന്നിട്ടുണ്ട്, അവിടെ അൺക്ലാരിറ്റി, അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ക്ലാരിറ്റി വരാൻ തുടങ്ങും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ. ഓക്കെ, സോ ബിലീവ് ദാറ്റ് നമുക്ക് എപ്പോഴും ഒരാൾ പിടിച്ചു കൊണ്ടുവരുന്നതിന് കാര്യം ഒരു സ്പെസിഫിക് പേഴ്സണെ തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ ബെറ്റർ അതൊരു ടെമ്പററി സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. ദ പെർമനൻറ്റ് സൊല്യൂഷൻ ഇസ് ഓൾവേസ് സെൽഫ് വർക്ക്. അത് ഞാൻ പേഴ്സണൽ സെഷൻസ് എടുക്കുമ്പോഴും പറയാറുണ്ട്. ഓൾവേസ് എന്തായിരിക്കും പെർമനൻറ്റ് സൊല്യൂഷൻ? എപ്പോഴും സെൽഫ് വർക്കാണ്. സോ സെൽഫ് വർക്ക് ചെയ്യുക, ബിക്കോസ് അതാണ് എപ്പോഴും നിങ്ങളുടെ പെർമനൻറ്റ് സൊല്യൂഷൻ. 10 of Pentacles എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി, സ്റ്റേബിൾ ഫാമിലി, ഹാപ്പി ഫാമിലി കാർഡാണ്. സോ അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് വരികയും ചെയ്യും. ഇറ്റ്സ് അബൌട്ട് ജസ്റ്റ് റിയലൈസിങ് യുവർ സെൽഫ്. നിങ്ങളെ സ്വയം കാണാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. സോ അതാണ് നിങ്ങളുടെ റീഡിങ്. ഇതൊരു സെൽഫ് ലവ് റീഡിങ് ആയിപ്പോയി. റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. ബ്യൂട്ടിഫുൾ ആണ്. സോ നമുക്ക് അടുത്ത റീഡിങ് കാണാം. ഓക്കെ, ഹായ് പൈൽ നമ്പർ 2. ഈ റീഡിങ് എങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ബിക്കോസ് വളരെയധികം ഡിഫറെൻറ്റ് റീഡിങ്സ് ഒക്കെ ആയിട്ടാണ് പൈൽ നമ്പർ 1 വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പൈൽ നമ്പർ 2 എന്തൊക്കെയാണ് സർപ്രൈസസ് നോക്കാം. എന്താണ് പൈൽ നമ്പർ 2 റീഡിങ്? ലവ് റീഡിങ്. പൈൽ നമ്പർ 1 വാസ് ഓൾവേസ് അബൌട്ട് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് റീഡിംഗ് ആയിരുന്നു പൈൽ നമ്പർ 1. ആൻഡ് അതാണ് ടാരോൻ്റെ ഒരു സംഭവം. നമുക്ക് എപ്പോഴാണ് എങ്ങനത്തെ റീഡിങ്ങാണ് വരിക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പൈൽ നമ്പർ 2, ആരൊക്കെയാണ് പൈൽ നമ്പർ 2 കാണുന്നത്? അവരുടെ ലവ് ലൈഫ് എന്താണ് നടക്കുന്നത്? ലവ് ലൈഫിലുള്ള റീഡിങ്. പൈൽ നമ്പർ 2. കുറച്ചൊക്കെ പൈൽ നമ്പർ 1 ആയിട്ട് സിമിലറാണ്, ബട്ട് അറിയില്ല, നോക്കാം. അറിയില്ല. പൈൽ നമ്പർ 1 പൈൽ നമ്പർ 2 ചെറിയൊരു കണക്ഷൻ ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ,
സി ഡെത്ത് കാർഡ് ആൻഡ് ദ ടവർ കാർഡ്. നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഡിവൈൻ ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു ബാഡ് സിറ്റുവേഷൻ എന്നല്ല, ഒരു ടഫ് സിറ്റുവേഷൻ, ഒരു എൻഡിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലവ് ലൈഫിൽ റെസനേറ്റ് ആവുന്ന പോലെ എടുക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഈ റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ടഫ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്, അത്രയും അൺഎക്സ്പെക്റ്റഡ് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ടവർ മൊമെൻറ്റ്. ഇത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും, എല്ലാം എൻഡായി എന്ന് വിചാരിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ. ബട്ട് എല്ലാം പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ. ശരിയാണോ? പക്ഷെ ഒന്നും പോയിട്ടില്ല. ബിക്കോസ് ബിഹൈൻഡ് ദ സീൻസ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ന്യൂ ബിഗിനിങ്സ്. നമുക്ക് എപ്പോഴും ന്യൂ ബിഗിനിങ്സ് കേൾക്കുമ്പോൾ നമുക്ക് ചുറ്റും ചേഞ്ച് കാണാണ്ട് അത് ബിലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ. പക്ഷേ ഒരു ന്യൂ ബിഗിനിങ് അവിടെ ഉണ്ട്. സൺറൈസ് ആവുകയാണ് ഇവിടെ നിന്ന്. എന്തോ ഒരു സംഭവം ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ബിക്കോസ് അത് ട്രാൻസ്ഫോം ആവേണ്ടതാണ്. അത് ഈ സിറ്റുവേഷൻ നടക്കേണ്ടതാണ്. ഈ സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുള്ളൂ. ഈ സിറ്റുവേഷൻ നടന്നതുകൊണ്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും ഈ പോയതൊക്കെ ടെമ്പററി ആയിരുന്നു. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അവിടെ സംഭവങ്ങൾ ഡിവൈൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ നോക്കുന്നത് എന്ത് പോയി എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അയ്യോ എൻ്റെ ഇന്ന് പോയല്ലോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. പക്ഷെ ഇപ്പോഴും യൂണിവേഴ്സ് അവിടെ നിങ്ങളുടെ നിന്ന് ഒന്നും കളഞ്ഞിട്ടില്ല. ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ, ഇത് എനിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളതാണ്. എനിക്ക് പൈൽ നമ്പർ 1 കുറച്ച് റെസനേറ്റ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ടഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൈൽ നമ്പർ 1ൻ്റെ സിറ്റുവേഷൻസ് നിങ്ങളിൽ ഇതിനേക്കാൾ മുന്നേ ഉള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങളിൽ ഈ സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞവരാണ്. ഒരു ടഫ് എൻഡിങ് ഡിവൈനായിട്ട് കൊണ്ടുവന്നു. സോ ദാറ്റ് ഇത് കാണുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ അവരിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. അവർ നിങ്ങളുടെ ഇതിലേക്ക് വരാൻ വേണ്ടി പ്രിപ്പയർ ആവും. ദിസ് പേഴ്സൺ ഇസ് ലുക്കിംഗ് അറ്റ് യു. ഇത് കാണുന്ന മിക്ക പേരും മേ ബി ഫീമെയിൽസ് ആയിരിക്കാം, ഡിവൈൻ ഫെമിനൈൻസ് ആയിരിക്കാം, ജെൻഡർ ബേസ്ഡ് അല്ല, എങ്ങനെ റെസനേറ്റ് ആവുന്നതനുസരിച്ചിരിക്കുക. ഈ പേഴ്സൺ ആരാണോ അവർ നിങ്ങളുടെയിലേക്കാണ് ഫോക്കസ് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെയിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി മനസ്സിലായി, നിങ്ങൾ ഓൾറെഡി ഈ സിറ്റുവേഷൻ നടന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. എപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴൊക്കെ ഏതൊക്കെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും എപ്പോഴൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ കെയർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരും, ഹാപ്പി എൻഡിങ്സ് ആവാൻ തുടങ്ങും. അത് ലൈഫിൽ അത് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ആ പോയ ആളെക്കുറിച്ച് നമുക്ക് പിന്നെ ഗ്രഡ്ജ് വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മളത് ക്ലിയർ ചെയ്യാൻ തുടങ്ങും. നമ്മളതിനെ ചെറിഷ് ചെയ്യാൻ തുടങ്ങും. നമ്മളതിനെ പ്രൗഡാക്കി വെക്കാൻ തുടങ്ങും. കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ, നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പോയ ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് ദിസ് പേഴ്സൺ ഇസ് ലൈക്ക് ദാറ്റ്. ആ പേഴ്സണും അതിൽ നിന്ന് ഒരു ഹീൽ ആവാൻ തുടങ്ങും. ആ പേഴ്സണിലും ചേഞ്ചസ് ആവാൻ തുടങ്ങും. അതിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫാസ്റ്റ് ചാരിയറ്റ് മൊമെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടിഫുൾ ഫാസ്റ്റ് മൊമെൻറ്റം, ഇതിലൊരു പുതിയ ഷിഫ്റ്റ് വരാൻ പോകുന്നുണ്ട്. ഒരു കൺഫർമേഷൻ ആയാലോ നോക്കാം. കുറച്ച് കാർഡ്സ് വീണ്, ഞാൻ എടുക്കട്ടെ. അയ്യോ, ആരാണ് നിങ്ങൾ? പൈൽ നമ്പർ 2 ഞാൻ പറഞ്ഞില്ലേ. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാം. ബിക്കോസ് ഭയങ്കര റെസനേറ്റിംഗ് എനർജിയാണ് പൈൽ നമ്പർ 1. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നടന്നതിന് മുന്നേ നിങ്ങൾ ചിലപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ആൻഡ് എനിക്കറിയില്ല എന്തുകൊണ്ട് അത്ര കണക്റ്റഡ് എനർജി വരുന്നത്. ബിക്കോസ് പൈൽ നമ്പർ 1ൻ്റെ സെയിം ആ ഒരു എനർജിയിൽ നിങ്ങൾ തുടർന്ന് ഉണ്ടായിരുന്നിട്ടില്ലെങ്കിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. ഞാൻ അതിൽ പറയുകയും ചെയ്തു, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഡിവൈനായിട്ട് ഇൻ്റർവീൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഡിവൈൻ ഇൻ്റർവീൻ ചെയ്യുകയാണ്. ഇൻ കേസ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഈ ടവർ മൊമെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ വർത്ത്.
നിങ്ങളുടെ തന്നെ കുറച്ച് ലെസൺ നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പണിഷ് ചെയ്യാനല്ല. അതിൽ നിന്ന് നിങ്ങൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം, അത് മനസ്സിലാക്കണം. ആൻഡ് എനിക്കിനി കൂടുതൽ കൺഫർമേഷൻ ഇല്ല, നിങ്ങൾ അപ്പോഴും സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോഴും ഇമോഷണൽ എനർജി ചെയ്ത് ചൂസ് ചെയ്യണം. അവരെ ചൂസ് ചെയ്യണോ, എന്നെ ചൂസ് ചെയ്യണോ, എൻ്റെ ഇത് ചൂസ് ചെയ്യണോ, അവരെ ചൂസ് ചെയ്യണോ, അവർ വരുമോ വരില്ല, ഇത് ഇങ്ങനത്തെ ഒരു ക്രോസ് റോഡ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ജഗ്ലിങ് എനർജി. എനിക്ക് അതിൽ എക്സാക്ട് സെയിം കാർഡ്സ് ആണ് വന്നത്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പൈൽ നമ്പർ 1 പൈൽ നമ്പർ 2 എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണാം. പക്ഷെ നിങ്ങൾ ഈ എനർജിയിലേക്ക് വരണം. ഡെഫിനറ്റ്ലി പ്ലീസ് ഒന്ന് പോയി കാണൂ. ദ സൺ കാർഡ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ ഫാമിലി, ബ്യൂട്ടിഫുൾ ലൈഫ്, ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ഇൻ ലവ് വരുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ചെറിഷിങ് യുവർ സെൽഫ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. പ്ലീസ് വാച്ച് പൈൽ നമ്പർ 1. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇനി ഇത് കൂടുതൽ കാർഡ്സ് എടുക്കുന്നില്ല. പൈൽ നമ്പർ 1 കാണൂ. നിങ്ങൾക്കുള്ള മെസ്സേജസ് ബാക്കി അവിടെ ഉണ്ട്. പേഴ്സണലുള്ള മെസ്സേജസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് നിങ്ങൾ ആ പാറ്റേണിന് ഇതിന് മുന്നേ ആ പാറ്റേണിലായിരുന്നു. ആ പാറ്റേൺ നടക്കാത്തതുകൊണ്ട് അത് ബ്രേക്കായി. ഒരു സിറ്റുവേഷൻ ഡിവൈനായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഇപ്പോഴെങ്കിലും നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ രണ്ടും ലവ് അല്ല, സെൽഫ് ലവ് ആണ് എനിക്ക് വരുന്നത്. സോ പ്ലീസ് ഡു വാച്ച് പൈൽ നമ്പർ 1. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ നമ്പറുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ സെഷൻസായിട്ട് കോൺടാക്ട് ചെയ്യുക. വിളിക്കരുത്, കോൾ ചെയ്യരുത്. ഓക്കെ, സോ ബൈ ഗൈസ്. ഹായ് പൈൽ നമ്പർ 3. സോ ഇനി നിങ്ങളുടെ എനർജീസ് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് പൈൽ നമ്പർ 1 പൈൽ നമ്പർ 2 ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരുന്നു. ബിക്കോസ് പൈൽ നമ്പർ 1ൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു പൈൽ നമ്പർ 2. ഇനി പൈൽ നമ്പർ 2ൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അതെന്ന് എനിക്കറിയില്ല. ബട്ട് ലെറ്റ് സി. ബിക്കോസ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എനർജി ആയിട്ടാണ് മാറിയത്, റിലേറ്റഡ് ടു ലവ് തന്നെ. സോ നമുക്ക് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് പൈൽ നമ്പർ 1 പൈൽ നമ്പർ 2 ആയിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എല്ലാ റീഡിങ്ങും കണക്റ്റഡാണ്. ഡെഫിനറ്റ്ലി ഫുൾ പൈൽസ് കാണാം. പൈൽ നമ്പർ 3 കാണുന്ന ആൾക്കാർക്കുള്ള ഗൈഡൻസ് എന്താണ് അവരുടെ ലവ് ലൈഫിൽ നടക്കുന്നത്? വാട്ട്സ് എ ഗൈഡൻസ് ഫോർ പൈൽ നമ്പർ 3? പൈൽ നമ്പർ 3 കാണുന്നവർക്കുള്ള ഗൈഡൻസ് എന്താണ്? Okay. This is a complete new energy. Okay, pile number 3. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. യെസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ടവർ മൊമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അയ്യോ എന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇത് മേ ബി പൈൽ നമ്പർ 2ൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കാം. ഓക്കെ, ഇതാണ് മെസ്സേജ്. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ടവർ മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. നിങ്ങൾക്ക് അത്രയും പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കാണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അറ്റ്സ് ഡിവൈൻലി എനിക്ക് ടവർ മൊമെൻറ്റ് കാണുമ്പോൾ ഇറ്റ്സ് ഡിവൈൻ ഇൻ്റർവ്യൂ. ഇപ്രാവശ്യം യൂണിവേഴ്സായിട്ട് അത് ഇൻ്റർവ്യൂ ചെയ്തതാണ്. ആൻഡ് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് ബോൾഡായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണ്. ബോൾഡായിട്ട് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തൊരു റിയാലിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. നിങ്ങൾക്ക് മാജിക് ആയിട്ടുള്ള ഒരു റിയാലിറ്റി സ്വന്തമാക്കാൻ പറ്റും. ആൻഡ് അവിടെ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു ബാലൻസ്, ഒരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ച് പേര്. കുറച്ച് പേര് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മേ ബി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഓർ യൂണിവേഴ്സ് പറയുന്നു ഈ ഒരു എനർജിയിൽ വരാം. ടേക്ക് ബോൾഡ് ആക്ഷൻസ്, ടേക്ക് ഇൻസ്പയറിങ് ആക്ഷൻ. നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇതെങ്ങനെങ്കിലും ശരിയാക്കിയെടുക്കും എന്നുള്ളൊരു ബോൾഡ് ആൻഡ് ബ്രേവ് എനർജിയിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. Because you can do it. Magician card, it's all about manifesting positively. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കഴിവുകളും എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിലുണ്ട്. ബിക്കോസ് യു ആർ മാജിക്. കൺഫർമേഷൻ.
ഒരു കാർഡ് വീടുണ്ടായിരുന്നു. യെസ്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് എനിക്കെന്താണെന്നറിയില്ല, പെട്ടെന്ന് എൻ്റെ എനർജി ഡൗൺ ആയിപ്പോയി. സോ നിങ്ങളും അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു എനർജി ലോ ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഭയങ്കര ഒരു എൻഡിങ് കഴിഞ്ഞു, എനിക്ക് ഒന്നിനും വയ്യ എന്നുള്ളൊരു എനർജിയിലേക്ക് ഫീലായിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നിന്ന് ഡിവൈൻ പറയുകയാണ്, നിങ്ങൾ ഈ സിറ്റുവേഷൻസൊക്കെ കാരണമായിരിക്കും നിങ്ങൾ ഇത്രയും ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ ഡാർക്ക് ക്ലൗഡ്സ് കണ്ടോ, അത് ഇവിടെ നിന്ന് മാറുകയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ലൈറ്റ് വരികയാണ്. നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ലൈഫിന് ഔട്ട്കം കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫ് മെല്ലെ ഈ ഡാർക്ക് ക്ലൗഡ്സൊക്കെ മാറാൻ തുടങ്ങുകയാണ്. അവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, ഹാവ് ഫെയ്ത്ത്, ദ സൺ ഇസ് റൈസിങ്. ഈ ട്രാൻസ്ഫോർമേഷൻ, ദ സൺ ഇസ് റൈസിങ്, യൂണിവേഴ്സ് ഇസ് ഫില്ലിങ് യുവർ കപ്പ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഡിവൈൻ. യൂണിവേഴ്സിൽ സമാധാനമായിട്ട് ഫെയ്ത്ത്, ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച സെലിബ്രേഷൻസ്, ന്യൂ ബിഗിനിങ്സ്, മാരേജസ് എന്തായാലും അത് നടക്കും. ഒരു സെലിബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ഉണ്ട്. നിങ്ങൾ ലെവൽ കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ 444 കാണുന്നവരായിരിക്കാം. എക്സ്ട്രാ കൺഫർമേഷനായിട്ട് എടുക്കുക. യെസ്, ബ്യൂട്ടിഫുൾ ബിഗിനിങ്. ബട്ട് ജസ്റ്റ് സമാധാനമായിട്ടിരിക്കുന്നത് നിങ്ങളുടെ കപ്പ് ദിസ് ടൈം ഇറ്റ്സ് പോറിങ് ബൈ ഡിവൈൻ. ആൻഡ് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മെസ്സേജസ് എടുക്കാൻ തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോസിറ്റീവ്ലി നിങ്ങൾ ആഗ്രഹിച്ച എന്താണോ അത് നടക്കും. ട്രസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഈ സെലിബ്രേഷൻസ് നിങ്ങളുടേതാണ്. ഈ ലൈഫ്, ബ്യൂട്ടിഫുൾ ലൈഫ് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ജസ്റ്റ് മാനിഫെസ്റ്റ് പോസിറ്റീവ്ലി. ജസ്റ്റിസ് ഇസ് കമ്മിങ്. നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആവും. എന്താണ് നിങ്ങളുടെ നിന്ന് പോയത് അത് ഡിവൈൻ തന്നെയായിട്ട് റീസ്റ്റോർ ചെയ്യും, ഡിവൈൻ തന്നെയായിട്ട് ബാലൻസ് ചെയ്യും. ഡിവൈനാണ് ഇപ്രാവശ്യം ഇൻ്റർവ്യൂൻ ചെയ്തിരിക്കണേ. സോ ദ ബെസ്റ്റസ്റ്റ് ഹാൻഡ്സ്, ഏറ്റവും എത്താൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഹാൻഡ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ. അവർക്ക് സറണ്ടർ ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഞാൻ ഷെയർ ചെയ്യാം മെല്ലെ. ബ്ലെസ്സിങ്സ്, ഓക്കെ, ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സ്. സോ എല്ലാവർക്കും പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസ്, മാനിഫെസ്റ്റേഷൻ വേണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. ആൻഡ് എന്താ പറയുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ലോട്ട്സ് ഓഫ് ബ്ലെസ്സിങ്സ്.